ചിന്നു, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കട മൊത്തം ലൈറ്റപ്പ് ചെയ്ത് തന്നു ചേട്ടാ. എനിക്ക് കഴുകാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. പക്ഷെ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഞാൻ പറഞ്ഞില്ലേ, LED ലൈറ്റൊക്കെ വെച്ചാലേ കസ്റ്റമേഴ്സ് വരും. ഇവരെ ഹലോ അമ്മ, എത്ര തവണയായി വിളിക്കണം? ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിളിച്ചോളാം തിരിച്ച്. ഇല്ല, എനിക്ക് നിങ്ങളെ ആരും ഓർമ്മയില്ല. പോരെ, ഞാൻ വിളിക്കാം. ഓ, പണിയെടുത്ത് മനുഷ്യൻ്റെ നടുവ് വെള്ളമായി. നമുക്കേ ഈ സഹായത്തിന് വെക്കാന്ന് പറഞ്ഞ ആളിനെ എത്രയും വേഗം കൊണ്ടുവരണം കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല അതൊന്നെല്ലാം കൂടെ. ഓ, ഹലോ. ആ, ഇല്ല, ഓർത്തില്ല അമ്മ. എനിക്ക് ഓർക്കാൻ സമയമില്ല. എനിക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ഞാൻ ഒരു ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് വന്നതല്ലേ. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? ഞാൻ വിളിക്കാം തിരിച്ച്. ഇല്ല, എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല. ഞാൻ പോട്ടെ. ശരി, വിളിക്കാം. ചുമ്മാ വിളിച്ചോണ്ടിരിക്കാൻ വേണ്ടി. അതെ, ഒതുങ്ങി പൂട്ടി ഇറങ്ങിയാലോ? പൂട്ടിയിട്ട് ആ താക്കോൽ എവിടെങ്കിലും കൊണ്ട് കളാം. ആ താക്കോൽ എവിടെങ്കിലും കൊണ്ട് കളയാൻ. എന്തു പറ്റി? എടാ, കേരളത്തിന്റെ വെളിയിൽ നിന്ന് സുനാമി ഇറച്ചി ഇറങ്ങുവാന്ന്. സുനാമി ഇറച്ചി? അതെന്തോന്നു? ഈ പഴകിയ ഇറച്ചിയില്ലേ, അത് ട്രെയിനും ബസ്സും ഒക്കെ വഴി ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് പഫ്സും ബർഗറൊക്കെ ആക്കുവാന്ന്. അയ്യോ, ഏത് സാമദ്രോഹിയാണ് ചെയ്തത്? നീ തന്നെ. ഞാനാ? കുട്ടേട്ടൻസ് കോഫി ഷോപ്പിൽ സുനാമി ഇറച്ചി വിൽപ്പന. പഴകിയ ഇറച്ചി ആളുകൾക്ക് വിൽക്കുന്ന സുനാമി എന്ന് വിളിപ്പേരുള്ള ഉമാകാന്തനെയാണ് പോലീസ് തിരയുന്നത്. അയ്യോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. നീ ഇപ്പൊ എന്ത് ചെയ്യും? ചേട്ടാ, ആരവൻ? ഹലോ അമ്മ, ഞാൻ ഓർത്തു. അമ്മയെ പറ്റി അച്ഛനെ പറ്റിയൊക്കെ ഓർത്തു. അമ്മ, ഞാനല്ല അമ്മ. എല്ലാവരും കൂടെ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. അമ്മ, ഞാനല്ല. ഇപ്പൊ പറഞ്ഞ അമ്മയുടെ തലയിലോട്ടൊന്നും കയറൂല. ആ ശരി, ഞാൻ വരണില്ല. പോരെ? ആ, പോ. വീട്ടിലോട്ട് വരണ്ടെന്ന് അമ്മ. ഞാൻ എന്തായി കേട്ടത്? ഞാൻ എന്തായി കേട്ടതെന്ന്? താൻ എന്താണ് കേട്ടതെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എടാ, നീ എന്നിവിടെ കാല് കുത്തിയോ അന്ന് ഈ ഗ്രാമം നശിച്ച്. ഇത്ര നാളായിട്ട് ഇവിടെ ഒരു ചീത്ത പേരോലും കേട്ടിട്ടില്ലാന്നേ. ഇയാൾ എന്തൊക്കെയാണ് പറയണേ? എടാ, നിന്റെ സുനാമി കഥ മണവാളം മലയാളിയിലടക്കം വന്ന് ഞാൻ അവിടെ നിന്ന് വായിച്ചിട്ട് വരണ വഴിയാ. അതുകൊണ്ട് എന്ത്? നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു വിട്ടണേ? സുനാമി? എന്ത് സുനാമിയാണോ നീ ഇവിടെ വരുത്തണത്? ഞാൻ ഒരു പുല്ലും ചെയ്തിട്ടില്ല. നീ കൂടുതൽ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട, മനസ്സിലായില്ല? ചിന്നു, വന്നേ. കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇത്ര ആളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ മോളോട് അന്നേ പറഞ്ഞല്ലേ ഇവനെ കൂടായിപ്പന്ന്. എന്നെ മോന്താണ്ട് അറിഞ്ഞൂടെ? ഗിരീഷേട്ട, ഉമ്മ അങ്ങനെ ചെയ്യില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഇത് വെറും ഫേക്ക് ന്യൂസ് ആണ്. ഫേക്ക് ന്യൂസ്? ഇനി ഞാനെങ്ങനെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കും? ഇവനൊക്കെ വായെടുത്തൊന്നും ഉണേ പറയുള്ളൂ. താൻ കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. താൻ കണ്ടോ ഞാൻ ഉണ്ടാക്കുന്നത്? കാണേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്നും ചെയ്യണ്ടോ? ഫേസ്ബുക്കിലും വാട്സപ്പിലും മെസ്സേജ് പറഞ്ഞേ. ഇയാൾ ഇറക്കി പിടിച്ചിരുന്നു ഭ്രാന്തന്മാരെയൊക്കെ കടയിൽ നിന്ന്. ഭ്രാന്തന്മാര് ചിന്നു പറഞ്ഞ പോലെ ഇത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ നിനക്ക് അതിന് ഇത് മാത്രം ശത്രുക്കളെവിടെ? നീ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. എനിക്ക് അറിഞ്ഞൂടാ. വേറെ ഒരുത്തനുണ്ട്, പാമ്പിന്റെ പകലുള്ള ഒരുത്തൻ, മന്മഥൻ. ആ, അവനായിരിക്കും. അവന് ഇന്നലെ എന്നെ കണ്ടുകൂടാ. ചിന്നു, ഞാൻ വിളിക്കണോ നീ വിളിക്കണോ? മന്മഥ, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ. കുട്ടേട്ടൻ്റെ ചായക്കടയുടെ അടുക്കി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പെട്ടെന്ന് വാ, അത്യാവശ്യം. ആ, ഇരി കൂടുതലൊന്നും ചോദിക്കാനില്ല. നീ എൻ്റെ പേരിൽ അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേ. ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനും കണ്ടു. അല്ല, താനെന്താ പറഞ്ഞ ഞാനാ പോസ്റ്റ് ഇട്ടേന്നോ? പിന്നല്ലാണ്ട് നീ അല്ലാതെ ഇവിടെ ആരെ ഈ നാട്ടിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണ ഇതുമാതിരി കാര്യങ്ങൾ? എടോ, ഇവനോട് എനിക്ക് വല്ല വിരോധം ഉണ്ടെങ്കിലേ ഇവ ഇതിൽ തെറ്റ് ചെയ്താലേ എൻ്റെ ആളിയെ ഫുഡ് ഇൻസ്പെക്ടറാണ് ഇവിടെ കൊണ്ടുവന്ന് റേഡിയിപ്പിക്കാൻ എനിക്കറിയാം. അല്ല, ഫേസ്ബുക്കിൽ എഴുതി നാട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അല്ലെങ്കിൽ പിന്നെ ആരി? എടോ, അമ്പലനട റീടാർ ചെയ്തതിൻ്റെ പുതിയ കണക്ക് ഞാൻ ചോദിച്ചതിൻ്റെ ഉള്ള ചുരുക്കലടോ എനിക്ക്. നീയല്ല പിന്നെ ആരി? എനിക്കൊന്നും ഓർമ്മ. എന്തായാലും ഉമ്മയല്ല എന്ന് എനിക്ക് 100% ഉറപ്പാ. എനിക്ക് ആ ഉറപ്പില്ല പെങ്ങളെ. ഉള്ളത് പറഞ്ഞ് വിഷമിക്കരുത്. ചിലപ്പോൾ ഇവൻ തന്നെ ആയിരിക്കും. ആ, ഞാൻ തന്നെ ചെയ്തത്. ഞാൻ എന്നെ തൂക്കിക്കൊല്ല്. ചേട്ടാ, എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. അത്യാവശ്യം ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വേറെ എന്തിൽ വൃത്തിയോട് കാണിച്ചാലും ഞാൻ ആഹാരത്തിൽ മാത്രം കൃത്രിമം കാണിക്കില്ല. പിന്നെ ഇവളുടെ കാര്യം,
ജീവിതത്തിൽ ആപ്പാടെ ഒറ്റ കൂട്ടുകാരി ഉണ്ടായിട്ടുള്ളൂ. എല്ലാം മനസ്സിലാക്കണമുള്ളൂ. അവളെ ഞാൻ ചതിക്കില്ല. മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് മനസ്സിലാക്കും. വിശ്വസിക്കാൻ വിശ്വസിച്ചാൽ മതി. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വന്നതോ? എടോ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും വരുന്നതൊക്കെ താനങ്ങ് വിശ്വസിക്കുമോ? ആ പോടാ അയച്ച്. അതല്ലടാ, അപ്പോൾ ഇന്നലെ പാസ് ചെയ്ത കോസ്മിക് രശ്മികളോ? എടോ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഒരു ലോഡ് ഫേക്ക് ന്യൂസ് ഇറങ്ങും. അതൊക്കെ താൻ വിശ്വസിക്കാൻ പോകുമോ? എടാ ഞാൻ ഒരു ഉദാഹരണം പറയാം. കൊച്ചി മെട്രോ തുറന്ന സമയത്ത് എൽദോ എന്ന ഭിന്നശേഷിക്കാരനായ ഒരു യുവാവ് അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങി. അതിനാരോ ഫോട്ടോ എടുത്ത് അയാൾ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഷെയർ ചെയ്തു. അതിൻ്റെ നിജസ്ഥിതി തിരക്കാൻ ആരെങ്കിലും പോയിട്ടുണ്ടോ? അയാൾ കൊണ്ടുപോയ വിഷം ആരെങ്കിലും തിരിച്ചറിയാൻ പോയിട്ടുണ്ടോ? സത്യം അറിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ പോയി. ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു സൊല്യൂഷൻ? അല്ല ഇതിപ്പോൾ നിങ്ങൾക്കിത് ഫേക്ക് ന്യൂസ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിലേ സോഷ്യൽ മീഡിയ പോയി റിപ്പോർട്ട് ചെയ്യണം. ഒരുപാട് റിപ്പോർട്ട് ചെയ്യുമ്പോഴേ അവർ ഫ്ലാഗ് ചെയ്യും അതിനെ. നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ അത് ഒരുപാട് ആകുമ്പോഴത്തേക്ക് അവർ റിമൂവ് ചെയ്യും. പിന്നെ സൈബർ സെല്ലിൽ കേസും കൊടുക്കണം. ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കേസൊന്നും അല്ലല്ലോ. പിന്നെ ഈ കാലത്ത് ഫേക്ക് ന്യൂസ് ആണോ എന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കൊന്നും വേണ്ട. അത് ഒതൻറ്റിക് ആയിട്ടുള്ളൊരു സൈറ്റിലാണോ വന്നതെന്ന് നോക്കിയാൽ മതി. മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ആരായിരിക്കും? എടോ ഉമാകാത, നിന്നെ ഇതുവരെ പറഞ്ഞു കിട്ടില്ലേ?